Hello dear students, 2026 NEET JEE Brilliant Repeaters ബാച്ചുകളിലേക്കുള്ള സ്ക്രീനിങ് ടെസ്റ്റ് മെയ് 31 സാറ്റർഡേ നടത്താനിരുന്ന നമ്മളുടെ സ്ക്രീനിങ് ടെസ്റ്റ് കാലാവസ്ഥാപരമായ പ്രതികൂല സാഹചര്യങ്ങൾ കൊണ്ട് ഓൺലൈൻ പ്ലാറ്റ്ഫോമിലേക്ക് മാറ്റിയ കാര്യം സ്റ്റുഡൻസിനെ അറിയിക്കുകയാണ്. അപ്പോൾ എങ്ങനെയാണ് ഓൺലൈനിൽ ഈ എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്യുക എന്നുള്ളത് പല സ്റ്റുഡൻസിനും ഡൗട്ട് ഉണ്ടാവും. അത് ക്ലിയർ ചെയ്ത് തരാൻ വേണ്ടിയാണ് ഇപ്പോൾ ഈ ഒരു വീഡിയോയുമായി നമ്മൾ എത്തിയിരിക്കുന്നത്. ഒരു കാര്യം കൂടെ ശ്രദ്ധയിൽപ്പെടുത്തട്ടെ, മെയ് 31 സ്ക്രീനിങ് ടെസ്റ്റ് ഓൾറെഡി ഓഫ്ലൈൻ ക്രൈറ്റീരിയ സാറ്റിസ്ഫൈ ചെയ്ത സ്റ്റുഡൻസ് സ്കോളർഷിപ്പിനായി രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവും. ആ സ്റ്റുഡൻസ് നാളത്തെ എക്സാമിനേഷൻ ഓൺലൈനായും അറ്റൻഡ് ചെയ്യണമെന്നില്ല. നിങ്ങൾക്ക് പിന്നീട് ഒരു ഓഫ്ലൈൻ എക്സാമിനേഷൻ ജൂണിൽ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നതായിരിക്കും. നാളെ നടക്കുന്ന ഓൺലൈൻ എക്സാമിനേഷൻ സ്കോളർഷിപ്പ് ക്രൈറ്റീരിയയിലേക്ക് പരിഗണിക്കുന്നതായിരിക്കില്ല. നാളെ നടക്കുന്ന ഓൺലൈൻ എക്സാമിനേഷൻ ഓഫ്ലൈൻ ക്രൈറ്റീരിയയ്ക്കായി പരിഗണിക്കുകയും ചെയ്യും. എക്സാമിനേഷൻ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലാണെങ്കിലും സമയത്തിനോ ഡേറ്റിനോ ഒരു മാറ്റവും ഉണ്ടായിരിക്കുകയില്ല. നീറ്റ് അല്ല എങ്കിൽ JEE ബാച്ചുകളിലേക്ക് അഡ്മിഷന് വേണ്ടി സ്ക്രീനിങ് ടെസ്റ്റിന് രജിസ്റ്റർ ചെയ്ത സ്റ്റുഡൻസിന് 1 hour 30 minute ആണ് എക്സാമിനേഷൻ. അതായത് 10 AM സ്റ്റാർട്ട് ചെയ്യുന്ന എക്സാമിനേഷൻ കറക്റ്റ് 11:30 AM എൻഡ് ആവുന്നതായിരിക്കും. ഈ കറക്റ്റ് സമയത്ത് തന്നെ സ്റ്റുഡൻസ് ഓൺലൈൻ വെബ്സൈറ്റിലും കയറി എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്യണം. എന്നാൽ നീറ്റിനും JEE ബാച്ചുകളിലേക്ക് കമ്പൈൻഡായി എക്സാമിനേഷൻ എഴുതുന്ന സ്റ്റുഡൻസിന് 2 hour ഡ്യൂറേഷനാണ് എക്സാമിനേഷൻ ഉണ്ടായിരിക്കുക. 10 AM സ്റ്റാർട്ട് ചെയ്യുന്ന എക്സാമിനേഷൻ 2 hour ഡ്യൂറേഷൻ, അതായത് 12 PM എൻഡ് ആകുന്നതായിരിക്കും. ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ നടക്കുന്ന എക്സാമിനേഷൻ admissions.brilliantpala.org എന്ന വെബ്സൈറ്റിലൂടെയാണ് നിങ്ങൾ ആക്സസ് ചെയ്യേണ്ടത്. ആ വെബ്സൈറ്റിൽ എങ്ങനെ എക്സാം അറ്റൻഡ് ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. ഞാനിപ്പോൾ ഈ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്നതാണ് നമ്മൾ admissions.brilliantpala.org എന്ന സൈറ്റ് ബ്രൗസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കാണിക്കുന്ന ഒരു ഡിസ്പ്ലേ എന്ന് പറയുന്നത്. ഇതിൽ നമ്മളുടെ സ്റ്റുഡൻറ്റ് ഐഡിയും പാസ്വേഡും കൊടുക്കാനായിട്ടുള്ളൊരു സ്പേസ് ഉണ്ട്. സ്റ്റുഡൻറ്റ് ID ഓൾറെഡി സ്ക്രീനിങ് ടെസ്റ്റിന് രജിസ്റ്റർ ചെയ്ത സമയത്ത് തന്നെ നിങ്ങൾക്ക് കിട്ടിയതാണ്. പാസ്വേഡ് സ്റ്റുഡൻസ് ക്രിയേറ്റ് ചെയ്ത പാസ്വേഡ് തന്നെയാണ്. ഇത് രണ്ടും ഉപയോഗിച്ച് നമ്മൾ ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത് വരുന്ന സമയത്ത് നമുക്ക് നിങ്ങളുടെ അഡ്മിഷൻസ് പ്രൊഫൈലായിരിക്കും നമുക്ക് കാണാനായിട്ട് സാധിക്കുക. ഈ പ്രൊഫൈലിൽ നിങ്ങൾക്ക് ക്ലാസ്സസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഇവിടെ കാണാനായിട്ട് സാധിക്കും. ലേണിംഗ് ഹോം ക്ലാസ്സസ് ഉണ്ട്. അതിൽ നമുക്ക് എക്സാമിനേഷന് വേണ്ടി നാളത്തെ സ്ക്രീനിങ് ടെസ്റ്റിന് വേണ്ടി നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത് ഈ ക്ലാസ്സസ് എന്ന് പറയുന്ന ഓപ്ഷനാണ്. ക്ലാസ്സസ് എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ സ്ക്രീനിങ് ടെസ്റ്റിൻ്റെ പേര് അപ്പിയർ ചെയ്യും. സ്ക്രീനിങ് ടെസ്റ്റ് റിപ്പീറ്റേഴ്സ് NEET 2026 ആണ് ഞാനിവിടെ ലോഗിൻ ആക്കിയിട്ടിരിക്കുന്നത്. അപ്പോൾ ഇത് സെലക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഡേറ്റും കൂടെ വെച്ച് സ്ക്രീനിങ് ടെസ്റ്റ് 31 May 2025 എന്നുള്ള രീതിയിൽ ആ ഫയൽ ഓപ്പൺ ആവും. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് എക്സാമിനേഷൻ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് നമ്മൾ പോവുകയാണോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് വരിക. നമ്മൾ സ്റ്റാർട്ട് എക്സാമിനേഷൻ കൊടുക്കണം. സ്റ്റാർട്ട് എക്സാമിനേഷൻ കൊടുക്കുമ്പോൾ നമുക്ക് ആ എക്സാമിനേഷൻ്റെ ഫയൽ ഓപ്പൺ ആവും. ഇങ്ങനെ ഓപ്പൺ ആവുന്ന സമയത്ത് ആദ്യം തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ഇൻസ്ട്രക്ഷൻസ് ഇവിടെ കാണിക്കുന്നതായിരിക്കും. ആ ഇൻസ്ട്രക്ഷൻസിനകത്ത് നിങ്ങൾ സ്കിപ്പ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് എങ്ങനെ മാർക്ക് ചെയ്യുന്നത്, നമ്മൾ സേവ് നെക്സ്റ്റ് കൊടുക്കുന്ന ക്വസ്റ്റ്യൻസ് എങ്ങനെ മാർക്ക് ചെയ്യും, അത്തരം ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതെല്ലാം കറക്റ്റായിട്ട് വായിച്ച് നോക്കിയതിന് ശേഷം ഐ ആം റെഡി ടു ബിഗിൻ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ എക്സാമിനേഷൻ ലോഡ് ആവുന്നതായിരിക്കും. നിങ്ങൾ ഉപയോഗിക്കുന്ന വെബ്സൈറ്റിൽ നിങ്ങളിപ്പം ഡെസ്ക്ടോപ്പ് ഒക്കെയാണ് യൂസ് ചെയ്യുന്നത്, അതിൻ്റെ admissions.brilliantpala.org ഇപ്പോൾ ക്രോം വഴിയാണെങ്കിലും മോസില വഴിയാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിലും ഇതുപോലെ തന്നെ ആയിരിക്കും ഡിസ്പ്ലേ ആവുക. ഇപ്പോൾ നമുക്ക് എക്സാമിനേഷൻ്റെ ഫയൽ ഓപ്പൺ ആയിട്ടുണ്ട്. നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്തമെറ്റിക്സ് മൂന്നിൻ്റെ ഉണ്ട്. ഇത് നീറ്റും JEE എഴുതുന്ന സ്റ്റുഡൻസിൻ്റെ എല്ലാം അവൈലബിൾ ആയിരിക്കും. ഇപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾ വായിക്കുന്നു. സപ്പോസ് അതിൻ്റെ ആൻസർ നിങ്ങൾക്ക് ഓപ്ഷൻ 3 ആണ് എന്ന് ചെയ്ത് നോക്കി മനസ്സിലായി ഉറപ്പാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ സേവ് ചെയ്യണമല്ലോ. ആ സേവ് ചെയ്യുന്ന സ്ഥലത്ത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ 2 ഓപ്ഷൻസ് ഉണ്ട്. സേവ് ആൻഡ് നെക്സ്റ്റ് എന്ന് പറയുന്നൊരു ഓപ്ഷനും അതുപോലെ തന്നെ സബ്മിറ്റ് എക്സാമിനേഷൻ എന്ന് പറയുന്നൊരു ഓപ്ഷനും ഉണ്ട്. ഒരു കാരണവശാലും എക്സാം തീരുന്നതിന് മുമ്പ് ഈ സബ്മിറ്റ് എക്സാം കൊടുക്കരുത്. എക്സാം എൻഡ് ആയി പോവും. അവിടെ നമ്മുടെ എക്സാം അവസാനിക്കും. അങ്ങനെയല്ല, ഒരു ക്വസ്റ്റ്യൻ കഴിഞ്ഞ് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് ആ ഓപ്ഷൻ മാർക്ക് ചെയ്ത് പോകാൻ ഈ സേവ് നെക്സ്റ്റ് എന്നുള്ള ഓപ്ഷൻ ആയിരിക്കണം കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ അവിടെ അവൈലബിൾ ആവും. അതുപോലെ തന്നെ നമ്മൾ മാർക്ക് ചെയ്ത ക്വസ്റ്റ്യൻ ഇവിടെ കാണിക്കുകയും ചെയ്യും. ഈ രീതി നിങ്ങൾ ഓരോ ക്വസ്റ്റ്യനും മുമ്പോട്ടേക്ക് ചെയ്തു പോയതിന് ശേഷം സബ്മിറ്റ് എക്സാമിനേഷൻ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. കഴിഞ്ഞെങ്കിൽ മാത്രം എക്സാം കഴിഞ്ഞ് നമ്മൾ ഓക്കെ ആണ് എല്ലാം ചെക്ക് ചെയ്തതിന് ശേഷം സബ്മിറ്റ് എക്സാമിനേഷൻ കൊടുക്കുക. അപ്പോൾ എൻ്റെ എക്സാം കൊടുക്കട്ടെ എന്നുള്ളൊരു ചോദ്യം ഒരു തവണ കൂടെ അവിടെ നിന്ന് കിട്ടും. നമുക്ക് എൻ്റെ എക്സാം കൺഫേം ചെയ്യുക. അപ്പോൾ നമുക്ക് എക്സാമിനേഷൻ ഓട്ടോമാറ്റിക്കലി എൻഡ് ആകുന്നതായിരിക്കും. ഇതുപോലെ റിവ്യൂ എന്നൊക്കെയുള്ള ഒരു പേജ് ഡിസ്പ്ലേ ആവും. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ ഓൺലൈൻ മോഡിൽ എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്യേണ്ടത്.
എക്സാമിനേഷൻ വെബ്സൈറ്റിലൂടെ അറ്റൻഡ് ചെയ്യുന്ന രീതിയാണ് ഞാൻ കാണിച്ചു തന്നത്. ഇനി മൊബൈലിലൂടെയോ അല്ലെങ്കിൽ ടാബിലൂടെയോ ഒക്കെ എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസിന് വെബ്സൈറ്റ് വഴി കയറി എക്സാം അറ്റൻഡ് ചെയ്യണമെന്നില്ല. നിങ്ങൾക്ക് ബ്രില്യൻറ്റ് പാല ക്ലാസസ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്ന ബ്രില്യൻറ്റിൻ്റെ ആപ്ലിക്കേഷൻ, ബ്രില്യൻറ്റ് പാല ക്ലാസസ് ആപ്ലിക്കേഷൻ നിങ്ങൾ ശ്രദ്ധിക്കണം. ബ്രില്യൻറ്റ് പാല ഇ ലേണിംഗ് ആപ്പ് എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ കൂടിയുണ്ട്. അതല്ല ഡൗൺലോഡ് ചെയ്യേണ്ടത്. ബ്രില്യൻറ്റ് പാല ക്ലാസസ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ നിന്നോ അല്ലെങ്കിൽ iOSൻ്റെ സ്റ്റോറിൽ നിന്നോ നമ്മൾ ഡൗൺലോഡ് ചെയ്തെടുക്കുക. ഡൗൺലോഡ് ചെയ്തെടുത്തതിന് ശേഷം ഞാൻ ആദ്യം കാണിച്ച പോലെ തന്നെ ഐഡിയും പാസ്വേഡും കൊടുത്ത് ലോഗിൻ ചെയ്യാനുള്ള ഓപ്ഷൻ അവിടെയുണ്ട്. ഐഡിയും പാസ്വേഡും ഉപയോഗിച്ച് ലോഗിൻ ചെയ്യുമ്പോൾ ബാക്കി ഇപ്പോൾ അഡ്മിഷൻസിൻ്റെ സൈറ്റിൽ കാണിച്ച അതേ കാര്യങ്ങൾ തന്നെയാണ് കാണിക്കുക. അവിടെയും നിങ്ങൾക്ക് എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് നിങ്ങൾ എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്യുക. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ എക്സാമിനേഷൻ സബ്മിറ്റ് ചെയ്താലും ഇല്ലെങ്കിലും കറക്റ്റ് 1 hour 30 minute നമ്മുടെ എക്സാമിനേഷൻ എൻഡ് ആവുന്നതായിരിക്കും. അതുപോലെ തന്നെ 11:30 വരെയാണ് എക്സാമിനേഷൻ്റെ ടൈമെങ്കിൽ കറക്റ്റ് 11:30 തന്നെ എക്സാം ഓട്ടോമാറ്റിക്കലി സബ്മിറ്റ് ആവുന്നതായിരിക്കും. അപ്പോൾ ആ ടൈംലി ആയിട്ട് അത് എക്സാം അറ്റൻഡ് ചെയ്ത് എൻഡ് ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ എല്ലാവരും കറക്റ്റായിട്ട് എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്.